ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി മാങ്ങയിട്ട് വെച്ച മീൻ പാൽക്കറി ഉണ്ടാക്കിയല്ലോ. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അമൂർ എന്ന് പറയുന്ന ഫിഷാണ്. ഇത് വളരെ ടേസ്റ്റുള്ളൊരു ഫിഷാണ്. പിന്നെ ഈ കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അസാധ്യ കോമ്പിനേഷൻ ആയിരിക്കും. ഇതിനായി ആദ്യം ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി നീളത്തിലരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അതേപോലെ നീളത്തിലരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാൻ. ആ വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ ഒന്ന് വരണ്ട് ചെറുതായി ലൈറ്റായിട്ടൊരു കളറ് മാറി വരുമ്പോൾ നമുക്കതിലോട്ട് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കണം. പച്ചമുളക് ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവ് പോലെ നിങ്ങൾക്ക് അനുസരിച്ച് ഇടാം. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എരിവ് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്ര ഇട്ട് കൊടുക്കാം. ഞാനിതൊരു മിനിമം അളവിലാണ് ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഇതൊന്ന് ഇളക്കി നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പച്ചമാങ്ങ നല്ല പുളിയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഒരു തേങ്ങയുടെ 2ാം പാല് വേണം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ. 1ാം പാല് നമ്മൾ ലാസ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ മാങ്ങയ്ക്ക് നല്ലപോലെയുള്ള വേവ് കിട്ടുള്ളൂ. അതിനുവേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം. ആ മീനിൻ്റെ പീസ് ഓരോന്നായിട്ട് ഈ കറിയിലിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഈ കറിക്ക് വേണ്ടി അയലയോ മത്തിയോ ചൂരയോ അങ്ങനെ ഏതെങ്കിലും മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ മീനാണെന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ആ മീനും കറിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി അടച്ചു വെച്ച് വേവിക്കണം. എന്നാലാണ് ആ മീൻ വേണ്ട വേവ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റൊക്കെ അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ നമ്മളെ മീൻ കുക്കായിട്ടുണ്ടാവും. പിന്നെ അത് തുറന്ന് നമ്മൾ ആദ്യം എടുത്തു വെച്ച തേങ്ങയുടെ ആദ്യ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ആ തേങ്ങാപ്പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് ആദ്യ പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാല് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് നല്ലപോലെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ടൊരു മണത്തിന് വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ അന്യായ കോമ്പിനേഷനാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.